വനം വന്യജീവി നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി. സർ, ഈ ചർച്ചയിൽ പങ്കെടുത്ത നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു സർ. സർ, ആമുഖമായൊരു കാര്യം പറഞ്ഞിട്ട് ഇന്ന് രാവിലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഞാൻ ഫിഷറീസ് മന്ത്രിയുടെ ഒരു ഇടപെടലിനെ തുടർന്ന് അദ്ദേഹം ഫിഷറീസ് കഴിവുകേടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അതിന് ശേഷം കണക്കെടുത്തു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വഴി കണക്കെടുത്തു. കഴിഞ്ഞ ഗവൺമെൻറ് 5 വർഷ കാലയളവിലെ 6 ഇൻസിഡൻ്റ് ഉണ്ട് സർ, ഇതുപോലെ മന്ത്രിമാർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റ് മന്ത്രിമാർ ഇടപെട്ടത്. അതിലെനിക്ക് ഏറ്റവും കൗതുകം 30/6/2022 കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വനം മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ കയറി ഇടപെട്ട് സംസാരിച്ചു. സർ, അന്നത്തെ കേരള മുഖ്യമന്ത്രിക്ക് കഴിവില്ലെന്ന് വിചാരിച്ചുകൊണ്ടാണോ ശശീന്ദ്രൻ കയറി ഇടപെട്ടതെന്ന് എനിക്കറിയില്ല. എന്താണേലും ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല. അദ്ദേഹത്തിൻ്റെ പിതാവിനോടൊപ്പം ക്യാബിനറ്റിലിരുന്ന് അന്നൊരെടുത്ത ഒരു തീരുമാനം കഴിഞ്ഞല്ലോ, നമ്മളൊരു പഴയ കേസല്ലേ. അല്ല, അന്ന് അദ്ദേഹത്തിൻ്റെ പിതാവടക്കം ഇരുന്ന ക്യാബിനറ്റ് എടുത്ത ഒരു തീരുമാനം പിന്നീട് ഒരു ഗവൺമെൻറ് വന്ന് നിർത്തലാക്കിയത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സർ, ഇനി എൻ്റെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഭരണകക്ഷിയിൽ നിന്നാണ് ചില നിർദ്ദേശങ്ങൾ വന്നത്. പ്രതിപക്ഷത്തു നിന്ന് കാര്യമായ ഒരു ചർച്ചയും ഒന്നും സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും വനത്തിനെക്കുറിച്ചും കാർഷിക വ്യവസായത്തെക്കുറിച്ചും ഒന്നും വന്നില്ല. അത് ഗവൺമെൻറ് നിലപാടുകൾക്കുള്ള അംഗീകാരമാണെന്ന് ഞാൻ അത് അനുമാനിക്കുന്നു. അത് മറ്റൊരു കാര്യം. പക്ഷേ സർ, അതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഞാൻ ചുമതലയേറ്റ് 17ാമത്തെ ദിവസം ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു സർ. അതിനുശേഷം രണ്ടാമതൊരു പോസ്റ്റ് ഇട്ടു. അതിനുശേഷം ഒരു പത്രസമ്മേളനം നടത്തി വകുപ്പിൻ്റെ കഴിവുകേടിനെ കുറിച്ചെല്ലാം സൂചിപ്പിച്ചുകൊണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മറുപടി പറയുന്നില്ല, ചില യാഥാർത്ഥ്യങ്ങൾ പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട റിയാസിനെ ഇപ്പോൾ കാണുന്നില്ല. അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു മന്ത്രിമാരെ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതല്ല ഞങ്ങളുടെ രീതി എന്നൊക്കെ പറഞ്ഞു. സർ, എന്നെക്കുറിച്ച് ഈ 17ാം ദിവസത്തിൽ ഒരു CPMൻ്റെ നേതാവ് പറഞ്ഞ് കടപ്പുറത്ത് കിടക്കുന്നവൻ, വിവരമില്ലാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. സാറേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. മിനിസ്റ്റർ അല്ലല്ല, ഈ സത്യങ്ങൾ പറയുമ്പോൾ ഇത്ര അസഹിഷ്ണുത എന്താണ് സർ? ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഒരു മറുപടിയും പറഞ്ഞില്ല സർ. സർ, ഞാനൊരു മറുപടിയും പറഞ്ഞില്ല. ശ്രീ ബാലഗോപാൽ, എന്താണ് സാർ ഇല്ലാത്ത കാര്യം പറഞ്ഞു? രാവിലെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചാണ് അക്കാര്യം പറഞ്ഞു. പക്ഷെ ഇതില്ലാത്ത കാര്യം എന്നെപ്പറ്റി ഒരു നേതാവ് പറഞ്ഞു എവിടോ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഈ സഭയുടെ സമയം അതിനുപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിരന്തരമായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതാണ് നിരന്തരമായ രീതിയാണ് സാർ. എല്ലാവർക്കും പറയേണ്ടതാണ്. എന്താ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഇവർ പറയുന്നത് കേട്ടോണ്ടിരിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോണ്ടിരിക്കണം. ഇത് നേതമായ രീതികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് പോകുന്നത്. നമ്മുടെ പാർലമെൻ്ററി നടപടിക്രമങ്ങളിൽ സാധാരണ സ്വീകരിക്കുന്ന എല്ലാ രീതികളും അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പറയുകയാണ്. ചിലരെ പ്രത്യേകമായി പറഞ്ഞു വിടുകയാണോ എന്നൊരു ശങ്ക ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ തരത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി. അപ്പോൾ അതുമായി സഹകരിക്കാൻ ഞങ്ങളേതായാലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. പാർട്ടി നേതാവ് ഇന്ന് CPMലല്ല എന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത് സർ. അദ്ദേഹം ഇല്ലെന്ന് അറിയുന്ന ഇപ്പോഴാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് കടപ്പുറത്ത് കിടക്കുന്നവൻ, വിവരമില്ലാത്തവൻ എന്ന് പറഞ്ഞ്. അന്ന് ഞാൻ പ്രതീക്ഷിച്ചു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയും അങ്ങനെ പറയരുത് എന്ന് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതെനിക്ക് തെറ്റുപറ്റിപ്പോയി സർ. ഇവിടുത്തെ വിഷയം എന്താണ്? അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങൾ വകുപ്പിനെ കുറിച്ച് പറഞ്ഞു. സർ, ആദ്യത്തെ 6 മരണങ്ങളുണ്ടായി സർ. ആനയുടെ അറ്റാക്കിൽ 6 മരണം ഈ കാലയളവിലുണ്ടായി. ആദ്യത്തേത് മേപ്പാടിയിലാണ് സർ ഉണ്ടായത്. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ചൂരൽമലയെ തുടർന്ന് നിലമ്പൂരേക്കുള്ള കോറിഡോർ പോയിട്ടുണ്ട്. അത് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ മേപ്പാടി അടക്കമുള്ള പ്രദേശങ്ങളിൽ ആനയുടെ സാന്നിധ്യമുണ്ടാകും, അപകടമുണ്ടാകുമെന്ന റിപ്പോർട്ട് കൈവച്ചിട്ട് അനങ്ങായിരുന്നിട്ടാണ് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ കുഴപ്പം കൊണ്ടാണെന്ന്. സർ, അതിരമ്പള്ളിയിലെ പ്രശ്നം ഈ ഗവൺമെന്റ് പ്രത്യേക ഉത്തരവ് കൊടുത്തുകൊണ്ടാണ് സർ പൈനാപ്പിൾ കൃഷി ആരംഭിച്ചത്. 2021 വരെ ഒരു മരണം പോലും നടന്നിട്ടില്ലാത്ത അതിരമ്പള്ളിയിലാണ് അതിനുശേഷം നിരന്തരം മരണം ഉണ്ടായത്. ആരാണ് സർ ഉത്തരവാദി?
സാർ ആർലം ഫാമുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞത് ഇറ്റ് ഇസ് എ ഗവർണൻസ് ഫെയിലിയർ എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞു. സാർ ആരുടെ ഭരിച്ചപ്പോഴാണ് സാർ പറഞ്ഞത്? ചിന്നക്കനാലുമായി ബന്ധപ്പെട്ട വിഷയം, ഞാൻ സമയക്കുറവ് കാരണം എല്ലാത്തിലേക്കും കടക്കുന്നില്ല. ചിന്നക്കനാലുമായി ബന്ധപ്പെട്ട് 18 ആനകൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ പോയതാണ് സാർ, ജനവാസ മേഖലയിൽ. അവിടെ ഹൈക്കോടതി ഇടപെട്ട് കമ്മിറ്റിയെ വെച്ച് ഗവൺമെന്റ് നിഷ്ക്രിയമാണെന്ന് കണ്ടുകൊണ്ട് കമ്മിറ്റിയുടെ നിർദ്ദേശമാണ് ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ കാലയളവിലെല്ലാം ഇവരുടെ ഈ പ്രവർത്തനത്തിന്റെ ദോഷം പരിഹരിക്കുന്ന ഒരു പ്രക്രിയയിലാണ് സർ. ഈ 100 ദിന പരിപാടി കൊണ്ട് നമുക്ക് ഇതിന്റെ ഫലം വിസിബിളായി കാണാൻ സാധിക്കും എന്നാണ് ഈ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്, നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ വഴി. ദീർഘമായി മറ്റൊന്നിലേക്ക് കടക്കുന്നില്ല സർ. ഇവിടെ ബഹുമാനപ്പെട്ട IC ബാലകൃഷ്ണൻ MLA കുറച്ച് നിർദ്ദേശങ്ങൾ വെച്ചു. സർ, ആദിവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് സർ. വനം വകുപ്പ് അവരും കൂടെ ചേർന്നുകൊണ്ട് കാടിൻ്റെ ഇപ്പോൾ 500 സ്പെഷ്യൽ റിസർവ് ഫോഴ്സിനെ ഈ ശല്യം തീർക്കാൻ വേണ്ടി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സർ. അതിൽ ആദിവാസികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ എടുത്തിട്ട് മാത്രമേ, കാരണം അവർക്ക് കാടറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ല, അവരെ എടുത്തിട്ട് തന്നെയാണ് സർ അതുമായി മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പദ്ധതികൾ അവരുടെ ജീവിതം മാറ്റാവുന്ന നിലയിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നു. കോമ്പൻസേഷനെ കൂടെ പരാമർശിക്കട്ടെ സർ. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ 2012 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് അവസാനം കോമ്പൻസേഷൻ വർദ്ധിപ്പിച്ചത്. പക്ഷേ UDFൻ്റെ പ്രകടന പത്രികയിൽ 2 കാര്യം പറയുന്നുണ്ട് സർ. ഒന്ന്, അതിൻ്റെ ഒരു വർധനം ഇപ്പോൾ ഉടനെ ഉണ്ടാകുമെന്ന്. ഞങ്ങളത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് പ്രകടന പത്രികയിൽ പറഞ്ഞതിന് അനുസൃതമായിട്ടുള്ളൊരു വർധനവിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. രണ്ടാമത്, ഏറ്റവും വലിയ അന്നത്തെ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വിള നശിക്കലിന് ഉള്ള ഒരു പദ്ധതി MACT മോഡലിലൊന്നും ചെയ്യാനൊക്കുമെന്ന് സർ. സർ, ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്യുന്നു. ഞാൻ പ്രതീക്ഷയോടുകൂടി തന്നെ കാണും സർ, അടുത്ത വർഷമാകുമ്പോഴത്തേക്കിന് ഇൻഷുറൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ സ്കീം കേരളത്തിൽ നടപ്പിലാക്കാനൊക്കും എന്ന് കാണും സർ. പിന്നെ മറ്റൊന്നിലേക്കും പറഞ്ഞില്ല, സ്കിൽ ഡെവലപ്മെൻറ്റ് ആരും പറഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം സർ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടൊരു ഗവൺമെൻറ് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചത്, അന്നത്തെ ഗവൺമെൻറ് സർ. അതിനുശേഷം തിരിച്ചു വന്ന ഞാൻ കാണുന്നത് പൊളിച്ചടുക്കിയിട്ടേക്കുവാണ് സർ. ആ സാധനം പൊളിച്ചടുക്കിയിട്ടേക്കുവാണ്. ഇതേ സംസ്ഥാനത്ത് നമുക്ക് ഏർലി മൂവർ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്ന അതും പോയിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ മുന്നിലേക്ക് പോയതിൻ്റെ കണക്കുകൾ എൻ്റെ മുമ്പിലുണ്ട് സർ. കഴിഞ്ഞ ദിവസം സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ടൊരു പ്രസൻറ്റേഷൻ നടത്താൻ കുറച്ച് ചെറുപ്പക്കാർ വന്നു സർ. ഭയം തോന്നി ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അതിൽ കേരളവും നമ്മുടെ യുവാക്കളും നമ്മുടെ വിദ്യാർത്ഥികളും എവിടെ നിൽക്കുന്നുവെന്ന് നോക്കുമ്പോൾ ഭയം തോന്നി. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ തൊഴിലുകളും മാറിക്കൊണ്ടിരിക്കുകയാണ് സർ. നമ്മളതിൻ്റെ 7 അയലത്തെത്താൻ പറ്റാത്ത നിലയിൽ ഇന്ന് ആ അർത്ഥത്തിൽ ഇന്നത്തെ ജോബ് മാർക്കറ്റുമായി നോക്കുമ്പോൾ നമ്മളൊരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു വിഭാഗത്തെയാണ്, വിദ്യാർത്ഥികളെയാണ് വളർത്തിയെടുക്കുന്നത്. അത് അടിയന്തരമായി മാറേണ്ടതുണ്ട്. ഈ ഗവൺമെൻറ് അതുമായി അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഈ ധനാഭ്യർത്ഥനകൾ പാസ്സാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു സർ. യെസ്, താങ്ക് യു.